ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഈ ഒരു വീഡിയോയിൽ ആൽറ്റിയം PCB ഡിസൈനർ ഉപയോഗിച്ചിട്ട് 4 ലെയർ PCB എങ്ങനെ ഉണ്ടാക്കാം എന്നായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ആൽറ്റിയം ഫോർ ബിഗിനേഴ്സ് വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ പാർട്ടായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ സീരീസിൽ ആൽറ്റിയം PCB ഡിസൈനർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് PCB ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ആൽറ്റിയം PCB ഡിസൈനെ പറ്റി ഞാൻ പറഞ്ഞുതരാതെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഹോബി പ്രോജക്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഇൻഡസ്ട്രിയൽ ലെവൽ PCBs ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും എളുപ്പം PCBs ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി PCB ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ് ആൽറ്റിയം. നിങ്ങളൊരു DIY ഇലക്ട്രോണിക്സ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. പല യൂസർ ഫ്രണ്ട്ലി ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ PCB ഡിസൈൻ ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാനും പറ്റും. ഈ ആൽറ്റിയം ടൂളിൻ്റെ തന്നെ ഒരു ഫീച്ചറാണ് ആൽറ്റിയം 365. ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ PCB ഡിസൈൻ വേറൊരു ഡിസൈനറുമായിട്ട് ഷെയർ ചെയ്യാനും അതേസമയം തന്നെ ഈ ഒരു ഡിസൈൻ ഒരു മാനുഫാക്ചറുമായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് അടങ്ങിയിട്ടുള്ള ഒരു PCB ഡിസൈനറാണ് ആൽറ്റിയം. ഇതിൻ്റെ ഫ്രീ ട്രയൽ വേർഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഇമെയിൽ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ 6 മാസത്തേക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ എല്ലാ PCBക്കും ഒരു ടോപ്പ് സൈഡ് ഉണ്ടാവും, ഒരു ബോട്ടം സൈഡും ഉണ്ടാവും അല്ലേ? നമ്മൾ സാധാരണ കമ്പോണൻസ് എല്ലാം പ്ലേസ് ചെയ്യുന്നത് ടോപ്പ് സൈഡിലാണ്. ത്രൂ ഹോൾ കമ്പോണൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ സോൾഡർ ചെയ്യും. SMD ആണെങ്കിൽ നമ്മൾ ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ സോൾഡർ ചെയ്യില്ലേ, ഈ ഒരു സൈഡിൽ തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് വയ്ക്കും. പക്ഷേ റൗട്ടിംഗ് എന്ന് പറയുന്നത് സാധാരണ മേളിലും താഴെ ഉണ്ടാവും അല്ലേ? ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതിൻ്റെ കോപ്പർ ട്രാക്കുകൾ മേളിലും താഴെയും ഉണ്ടാവും. സാധാരണഗതിയിൽ കമ്പോണൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ ഫുട് പ്രിൻറ്റിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് PCBയുടെ സൈസ് ചെറുതായിട്ടൊന്ന് കൂടാറുണ്ടല്ലേ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലെയർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ലെയറിലുള്ള ട്രാക്കുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇലക്ട്രിക്കലി കണക്ഷൻ ഇല്ലാത്ത കേസിൽ ഒരിക്കലും ഒരു സൈഡിലുള്ള 2 ട്രാക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആകെപ്പാടെ 2 സൈഡേ ഉള്ളൂ. കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് PCB കുറച്ചുകൂടെ വലുതായിട്ട് മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ബോട്ടം സൈഡും ടോപ്പ് സൈഡും അല്ലാതെ വേറെ 2 ലെയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെയും കൂടെ റൗട്ട് ചെയ്ത് PCBയുടെ സൈസ് കുറയ്ക്കാമായിരുന്നു അല്ലേ? 4 ലെയർ PCB നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോപ്പ് ലെയറിൻ്റെയും ബോട്ടം ലെയറിൻ്റെയും ഇടയിലായിട്ട് ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് തമ്മിൽ കോണ്ടാക്റ്റ് വരാത്ത രീതിയിൽ 2 ലെയറും കൂടെ വയ്ക്കും. അപ്പോൾ ടോപ്പ് ലെയർ, ഇൻ്റർമീഡിയറ്റ് ലെയർ 1, ഇൻ്റർമീഡിയറ്റ് ലെയർ 2, പിന്നെ ബോട്ടം ലെയർ. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 ലെയർ കിട്ടും. 4 ലെയർ നമുക്ക് റൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് PCBയുടെ സൈസ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സ് നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ആൽറ്റിയം PCB ഡിസൈനർ വെച്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ആൽറ്റിയം PCB ഡിസൈനർ സോഫ്റ്റ്വെയറിലാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വോയിസ് കൺട്രോൾ ഡോർ ലോക്കിൻ്റെ സർക്യൂട്ടാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു PCB ഫയലും ഉണ്ടല്ലേ? നമുക്ക് ഒരു PCB ഫയൽ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂവിൽ പോയിട്ട് ഒരു PCB ഫയൽ ഉണ്ടാക്കുക. ഓക്കെ, ഒരു PCB ഫയൽ ഉണ്ടായിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഇവിടെ മുകളിൽ പുതിയൊരു ടാബിൽ ഓപ്പണായി വന്നിട്ടുണ്ടല്ലേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ PCB ഫയൽ. ഇനി നമുക്കിതിനെ ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+S പ്രസ് ചെയ്യുക, എന്നിട്ട് ഇതിനൊരു പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി ഈ ഒരു സ്കീമാറ്റിക് ഫയലിനകത്തോട്ട് പോയിട്ട് ആ ഒരു ഫയലും കൂടെ ഒന്ന് സേവ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തുള്ള എല്ലാ കമ്പോണൻസിനെയും നമുക്ക് പുതിയ PCB ഫയലിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിന് ഡിസൈനിൽ പോയിട്ട് അപ്ഡേറ്റ് PCB ഡോക്യുമെൻറ്റ് 4 ലെയർ PCB demo.pcb ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ കമ്പോണൻസും ഉണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് എക്സിക്യൂട്ട് ചേഞ്ചസ് കൊടുക്കുക. ഓൾറൈറ്റ്, ഓക്കെ, നമ്മുടെ സ്കീമാറ്റിക്സ് ഫയലിനകത്തുണ്ടായിരുന്ന എല്ലാ കമ്പോണൻസും ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇനി ഈ ഒരു ക്യാൻവാസിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ബ്ലാക്ക് ഏരിയയും ഉണ്ട്, ഒരു ഗ്രേ ഏരിയയും ഉണ്ടല്ലേ? ബ്ലാക്ക് ഏരിയയാണ് നമ്മുടെ PCBയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്പോണൻസിനെ എല്ലാത്തിനെയും നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഏരിയയ്ക്കകത്ത് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുക. ഇപ്പോൾ ലൈൻസായിട്ട് കാണിക്കുന്നത് കണക്ഷൻ അല്ല, കണക്ഷൻ നമ്മൾ വരയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ബോർഡിന് കറക്റ്റ് ഷേപ്പ് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ റൗട്ട് ചെയ്യാം.
നമുക്കാദ്യം ഇതിൻ്റെ ലെയേഴ്സ് ഒന്ന് പഠിക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3D വ്യൂവിലേക്ക് പോകാം. ഈ ബോർഡിൻ്റെ 3D വ്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഒരു ബോർഡിനൊരു ടോപ്പ് ലെയർ ഉണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ബോട്ടം ലെയറും ഉണ്ട് അല്ലേ. നമ്മൾ സാധാരണ കമ്പോണൻസ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് സൈഡിലാണ്. എല്ലാ കമ്പോണൻസും ടോപ്പ് സൈഡാണ്. മാത്രമല്ല എല്ലാ കമ്പോണൻസും ത്രൂ ഹോൾ ആയതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിലായിരിക്കും, ഈ കാണുന്ന സൈഡിലായിരിക്കും നമ്മൾ സോൾഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ബോർഡിൻ്റെ ലെയേഴ്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ. ഇനി നമ്മൾ റൗട്ടിംഗ് ടൂൾസ് എടുക്കാം. റൗട്ടിംഗ് ടൂൾസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് റൗട്ടിംഗ് പ്രോപ്പർട്ടീസ് വരും. അവിടെ ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിലിപ്പോൾ ടോപ്പ് ലെയർ ഉണ്ട്, ബോട്ടം ലെയർ ഉണ്ട് അല്ലേ. നമുക്കിഷ്ടമുള്ള ലെയർ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഡിസൈനിൽ പോയിട്ട് ലെയർ സ്റ്റാക്ക് മാനേജർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വിൻഡോയിൽ നമുക്ക് നമ്മുടെ ബോർഡിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതായത് ലെയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 2 എക്സ്ട്രീമിലായിട്ട് ഓരോ ഓവർലേ ലെയർ ഉണ്ടാവും അല്ലേ. അതിൻ്റെ താഴെയായിട്ട് സോൾഡർ മാസ്ക് ഉണ്ടാവും. അതിൻ്റെയും താഴെയാണ് സിഗ്നൽ ലെയർ വരുന്നത്. ഈ സിഗ്നൽ ലെയറിലാണ് നമ്മൾ റൗട്ട് ചെയ്യുന്നത്. ഈ 2 ലെയറിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് ലെയർ ഉണ്ടല്ലേ. ഈ ഡൈഇലക്ട്രിക് ലെയറാണ് 2 സിഗ്നൽ ലെയറിനെയും കോണ്ടാക്റ്റിൽ വരാതെ ഷോർട്ട് ആവാതെ നോക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് 2 സിഗ്നൽ ലെയറും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആദ്യം ടോപ്പ് ലെയറിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് ലെയർ ബിലോ കൊടുക്കുക. എന്നിട്ട് സിഗ്നൽ ലെയർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലായിരുന്നോ, നമുക്ക് 4 സിഗ്നൽ ലെയർ വന്നല്ലേ. ടോപ്പ് ലെയർ, ലെയർ 1, ലെയർ 2, ബോട്ടം ലെയർ. ഈ ലെയറുകളുടെ ഇടയിലായിട്ട് ഡൈഇലക്ട്രിക് ലെയർ കൊണ്ട് ഷോർട്ട് ആവാത്ത രീതിയിൽ ഐസൊലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പ് ലെയർ, ബോട്ടം ലെയർ കൂടാതെ 2 സിഗ്നൽ ലെയറും കൂടെ ആഡ് ചെയ്തു. ഇനി ഈ ഒരു ഫയൽ സേവ് ചെയ്യുക. ഇനി റൗട്ടിംഗ് ടൂൾസിൽ പോയിട്ട് ലെയേഴ്സ് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമുക്ക് 2 ലെയറും കൂടെ അഡീഷണൽ വന്നിട്ടുണ്ടല്ലേ, ലെയർ 1, ലെയർ 2. അപ്പോൾ ഇനി നമുക്ക് ഈ 4 ലെയർ വെച്ചിട്ട് ഒന്ന് റൗട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ടോപ്പ് ലെയർ വെച്ചിട്ട് 2 കമ്പോണൻസിൻ്റെ ലീഡുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, റെഡ് കളറിൽ വന്നു അല്ലേ. ഇനി നമുക്ക് ബോട്ടം ലെയർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ലെയർ 1 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾ റൈറ്റ്, ഇനി നമുക്ക് ലെയർ 2 കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, 4 ലെയറിൽ റൗട്ടിംഗ് 4 കളറിൽ വന്നിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഈ ഒരു ബോർഡിനെ മുഴുവനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലെയർ വെച്ചിട്ട് റൗട്ട് ചെയ്ത് ഈ ബോർഡിനെ നമുക്ക് കുറച്ചുകൂടെ ചെറുതായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആൽറ്റിയം വെച്ചിട്ടുള്ള PCB ഡിസൈനിങ് അറിയത്തില്ല എങ്കിൽ, നിങ്ങൾക്കിതിനെപ്പറ്റി ആദ്യം മുതലേ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് കയറി നോക്കുക. അതിനകത്ത് ആൽറ്റിയം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് വെച്ചിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ PCBs എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.